എത്ര കാലം കോന്നിയിലെ ശാന്തി തിയേറ്റർ ഈ മട്ടിൽ പ്രവർത്തിക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് എല്ലാ ആശംസകളും നേരാം. ഇനി ബാംഗ്ലൂരിലെ ഒരു സംഘം മലയാളി യുവാക്കൾ കൃഷിയോടുള്ള അഭിനിവേശം മൂലം വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കഥ കേൾക്കാം. പച്ചക്കറിയിലെ വിഷാംശം എങ്ങും ചർച്ചാവിഷയമാകുന്ന കാലത്ത് സ്വന്തമായി കൃഷി ചെയ്യുക എന്ന ആശയം മെല്ലെ പച്ച പിടിക്കുകയാണ്. ടെറസിലോ വീട്ടുമുറ്റത്തോ എത്ര കുറഞ്ഞ സ്ഥലത്തും കൃഷിയാകാം. എങ്ങനെയെന്നൊരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പഠിപ്പിക്കുന്നു ബാംഗ്ലൂരിലെ ഒരു സംഘം ചെറുപ്പക്കാർ. മലപ്പുറത്തുകാരൻ ഷിഹാബിൻ്റെ താല്പര്യത്തിൽ 6 പേർ കൂടി പങ്കാളികളായി. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പം മുതലേ ചുറ്റിലും നമ്മൾ കാണുന്ന ചെറിയ ചെറിയ തൈകൾ വെച്ചും അങ്ങനെ കൃഷിയോട് വന്ന ഒരു പാഷൻ. ആ ഒരു പാഷൻ പിന്നീട് ഒരു എന്താ പറയുക, ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത തരത്തിൽ കൃഷിയോട് അടുപ്പം വന്നു. അങ്ങനെയാണ് കുറഞ്ഞ സ്ഥലങ്ങളിലും ആ ഒരു മനസ്സിനോട് കൃഷിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ബാംഗ്ലൂർ ആ ഒരു ടെറസിൽ നമ്മൾ കൃഷി ചെയ്തത്. അവിടെ ഇതുപോലെ കുറേ യങ്സ്റ്റേഴ്സ്, പഠിക്കുന്ന വിദ്യാർത്ഥികളും പിന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി അവിടെ കൃഷി ചെയ്യാൻ. അങ്ങനെ കൃഷി ചെയ്തപ്പോൾ നമുക്ക് വന്ന ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ സംശയങ്ങൾ അറിയാമെങ്കിൽ കൂടി നമ്മൾ പല സമയത്തും സോഷ്യൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബുക്സ് വായിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ചിന്തിച്ചൊരു കാര്യം, എന്തുകൊണ്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ? കാരണം ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരാൾ ഒരു ബുക്കായിട്ട് പോകില്ല, അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ട് പോകില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ കൃഷി സംബന്ധമായ കാര്യങ്ങളും നമ്മൾ മൊബൈലിൽ ഉൾക്കൊള്ളിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്തിനും ആപ്ലിക്കേഷൻ ഉണ്ട്. ഹോട്ടൽ ബുക്ക് ചെയ്യാനുണ്ട്, ടാക്സി വിളിക്കാനുണ്ട്. പക്ഷേ കൃഷിനെ സപ്പോർട്ട് ചെയ്യാൻ അതും മലയാളത്തിൽ ഇപ്പോൾ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ ആ ഒരു സമ്പ്രദായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനാണ്. അങ്ങനെയാണ് ഈ കൃഷി ആപ്പിലോട്ട് വന്നത്. നമുക്ക് പൊതുവെ കൃഷി ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞത് പിന്നെ ഡിസ്കഷന് കൂടുതൽ വന്നതിന് ശേഷം എന്താ പറയുക, ഇതിനോടൊരു താല്പര്യം വന്നു. അപ്പോൾ നമുക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു കൃഷിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ കൂടിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ അതായത് ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പറഞ്ഞാൽ മെറ്റീരിയൽ ഡിസൈനാണ്. അതുകൂടാതെ ഇതിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരാവും. ഇപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർ, അതുപോലെ തന്നെ സാധാ സ്റ്റുഡൻസ്, അങ്ങനെ പല ആൾക്കാരാവും. പല ടൈപ്സ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈസിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതായത് മെറ്റീരിയൽ ഡിസൈൻ വിത്ത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈൻ. സെൽഫ് ഫാമിങ്, അതായത് ആളുകളെ സ്വയം പര്യാപ്തനാക്കുക കൃഷിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തുടങ്ങാൻ പോകുന്ന ഒരാൾ, ഇപ്പം ഞാൻ കൃഷി നല്ല എക്സ്പേർട്ടല്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് എന്താണ് ഇതിൻ്റെ ഫസ്റ്റ്, എന്താണ് തക്കാളി, എങ്ങനെ അത് പരിപാലിക്കണം, എന്തെല്ലാം കീടങ്ങൾ അതിന് വരണം, അപ്പോൾ ആ ഒരു ബേസിക് നോളജ് കൊടുക്കുക. അങ്ങനെ ആളുകളെ സ്വയം പര്യാപ്തനാക്കലാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലക്ഷ്യം. ക്രോഡീകരിക്കൽ വലിയൊരു ശ്രമകരമായ ജോലി തന്നെയായിരുന്നു. നമുക്കറിയാം പലയിടത്തും കണ്ടന്റ് ഉണ്ട്, പക്ഷേ അതെല്ലാം കൂടി ഒരു ഭാഗത്ത് കൊണ്ടുവരണം. അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ മലയാളം ഫോണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പല റെഫറൻസും ഇപ്പോൾ എവിടുന്നാന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ കൃഷി അറിയാവുന്ന ആളുകളിൽ നിന്ന് നമ്മൾ തേടി പിടിച്ച് അവരിൽ നിന്ന് കണ്ടന്റ് എടുക്കുകയും ബുക്സുകളിൽ നിന്ന് എടുത്ത് അങ്ങനെ സെറ്റാക്കിയ കണ്ടന്റ്സാണ്. ന്യൂ ജനറേഷൻ അത് കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ ഒരു സ്റ്റൈലും വേണം. അതേപോലെ നമ്മളെ കൃഷിൻ്റെ ഒരു രണ്ടും തമ്മിൽ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ചലഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാലും ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയോ ഇല്ല എന്നുള്ളത്. കാരണം പുതിയൊരു ആപ്ലിക്കേഷനാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, ആദ്യം തന്നെ ആൾക്കാർ നല്ല ഡിസൈനെ കുറിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിരുന്നു. ഇവരുടെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. വളരെ എളുപ്പത്തിൽ ആർക്കും ഉപയോഗിക്കാവുന്ന മട്ടിലാണ് ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യക്കാരും ഏറെയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു പോപ്പുലാരിറ്റിയാണ്. കാരണം ഒരു ആപ്പിന് 14 ദിവസത്തിൻ്റെ ഉള്ളിൽ 5000 എബോവ് ഡൗൺലോഡ്സ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സക്സസ് ആണ്. അപ്പോൾ അതുമാത്രമല്ല, ഇന്നിപ്പോൾ ആപ്പിൻ്റെ കറണ്ട് ഡൗൺലോഡ്സ് പറയുകയാണെങ്കിൽ 9500 ആണ് കറണ്ട് ഡൗൺലോഡ്സ്. അതായത് ഒരു മാസം ജസ്റ്റ് കഴിഞ്ഞുള്ള റിലീസ് ചെയ്തിട്ട്. ഇനിയുള്ളത് അതിൻ്റെ അടുത്ത വേർഷൻ എന്ന് പറയുന്നത് ഐഫോണിൽ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ ഐഫോണിൽ ഞങ്ങൾക്ക് ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. ഏകദേശം ഒരു 2 months 3 months അടുത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നത്, കാരണം നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷിഹാബ് അവിടെ വരും, ഞങ്ങൾ രാവിലെ വരെ ഇരുന്നിട്ട് വർക്ക് ചെയ്യും, രാവിലെ ഓഫീസിൽ പോകും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റൈൽ. നല്ലൊരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു വർക്കിംഗ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഇവിടുത്തെ തോട്ടത്തിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വളം യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അടുക്കള വേസ്റ്റാണ്. പിന്നെ നമുക്ക് ചാണകം നമുക്ക് ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടിൽ നിന്ന് അവർ ഒഴിവാക്കി പോയതാണ്, അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ
കുറച്ച് കടലപ്പിണ്ണാക്ക്, അങ്ങനെ വല്ലപ്പോഴും കടലപ്പിണ്ണാക്കിൻ്റെ ഒരു സ്ലറി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഈ വെജിറ്റബിൾ വേസ്റ്റിൻ്റെ അടിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും, അവിടെ അതിൻ്റെ അകത്ത് സ്ലറി, നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളം വരും, അത് ഡൈലൂട്ട് ചെയ്ത് അടിച്ചാലും അത് വളരെ നല്ലൊരു വളമാണ്. മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നഗരവാസികളൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ആ മാലിന്യങ്ങളൊക്കെ നമുക്ക് എന്തോരം നമ്മുടെ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക്. ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന അടുക്കള വേസ്റ്റ് മാത്രം മതി, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലുള്ള അടുക്കള വേസ്റ്റ് മാത്രം മതി അവിടെയുള്ള ആളുകൾക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വളം. പിന്നെ നമ്മളൊരു ജൈവ വിപണി നമ്മൾ കൊണ്ടുവരണം. നമ്മൾ കർഷകർക്ക് ജൈവ രീതിയിൽ നമ്മൾ അറിയുന്ന ആളുകൾ, നമ്മൾ അത്രയും നല്ല ജെന്യൂനായിട്ടുള്ള ഫാർമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരെ പ്രൊഡക്ട്സ് ആളുകൾക്ക് വാങ്ങിക്കാനുള്ള ഒരു സംഭവം. ആ ഒരു സെക്ഷനിൽ തന്നെ ജൈവ വളങ്ങൾ മേടിക്കാൻ. ഇപ്പോൾ ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സംഭവം, നമുക്ക് ചില സമയത്ത് നല്ല ചാണകം കിട്ടാൻ, നാടൻ പശുവിൻ്റെ ചാണകം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ ആളുകളുടെ അടുത്ത് ഒരുപാടുണ്ടാവാം, അവർക്കത് വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ടൈമിൽ ഹിറ്റായ ഒരു സംഭവമായിരുന്നു ഫാം വില്ല എന്നുള്ളത്. അത് ഫേസ്ബുക്കിലാണ് ചെയ്യുന്നത് ആൾക്കാർ. ഇത് റിയൽ ലൈഫിൽ അവരെങ്ങനെ ഒരു ഗെയിം, ഒരു എൻ്റർടൈൻമെൻറ്റിൽ കൃഷി എങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്കാന്നുള്ളത് നമ്മൾ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് ഇപ്പോൾ ആരും നമുക്ക് അങ്ങനെ ഒരു താങ്ങാൻ പറ്റാവുന്നതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇത് താങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കറിയില്ല, അത് ഗൂഗിൾ പ്ലേയിൽ റിലീസായാലും ഗൂഗിൾ പ്ലേയിൽ നിന്നൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആഡൊന്നും നമ്മൾ കൊടുത്തില്ല. അപ്പോൾ ആ തലത്തിൽ ചിന്തിക്കണം. പിന്നെ ഇത് ഇത്രയും നല്ലൊരു സോഷ്യൽ കോസാണ്, ആളുകളെ സ്വയം പര്യാപ്തനാക്കുക ജൈവ കൃഷിയിലൂടെ. അപ്പോൾ ഗവൺമെൻറ് ആ തരത്തിലൊക്കെ നമ്മളെ ഒരു സപ്പോർട്ട് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരം ചെറിയ സംരംഭങ്ങളോട് എപ്പോഴും സർക്കാർ മുഖം തിരിക്കുന്നു. വിപണിയിലേക്ക് പ്രവേശിച്ച് ചെലവുകൾ തിരിച്ചുപിടിക്കാൻ ഇത്തരം ചെറിയ സംഘങ്ങൾക്ക് സാധിക്കുകയില്ല. എപ്പോഴും കൃഷിയോട് താൽപ്പര്യം പറയുന്ന സർക്കാർ ഇത്തരക്കാർക്കായി പദ്ധതികൾ ഉണ്ടാക്കണം.